പണ്ട് കാലങ്ങളിൽ ആണുങ്ങൾ വിവാഹാലോചനയുമായിട്ട് കടന്നു പോകുമ്പോ പെണ്ണിന് വിദ്യാഭ്യാസമുണ്ടോ, അത്യാവശ്യം സൗന്ദര്യമുണ്ടോ, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ കഴിയുമോ, കാര്യപ്രാപ്തി ആകുമോ എന്നൊക്കെയാണ് നമ്മൾ അന്വേഷിക്കല്. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ അന്വേഷിക്കുന്നത് എന്താ? പെണ്ണിന് നല്ല സൗന്ദര്യമുണ്ടോ, പണമുണ്ടോ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പറയുന്ന പെണ്ണാണോ എന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ ചെയ്യാ? എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണുങ്ങളുടെ ആദ്യ രാത്രി മുതൽ അവസാന രാത്രി വരെയും ഇമാര് ഒപ്പിയെടുക്കും ക്യാമറകളിൽ. അവര് പാചകം ചെയ്യുന്നത്, തുണി കഴുകുന്നത്, അവര് തൂക്കുന്നത്, അവര് മക്കളെ നോക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഭക്ഷണം വിളമ്പുന്നത് എന്നിവേണ്ട സർവമാന തോന്നിവാസങ്ങളും ഒപ്പിയെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക. അതിൽ നിന്നും കാശുണ്ടാക്കുക. ആ കാശിലൂടെ കുടുംബത്തെ നോക്കുക. എന്തൊരു അന്തസ്സായ ജീവിതം അല്ലേ! മാനം വിറ്റ് ജീവിക്കുന്ന ആളുകളാ അവരെ ദയ്യൂസ് എന്നാണ് പറയുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഭയക്കണം. അള്ളാഹു തആല ഒരു നാടിനെയോ ഒരു സമുദായത്തെയോ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം അവരിൽ നിന്നും എടുത്തു കളയുക ലജ്ജയാണ്. വാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഇഷ്ടമുള്ളത് ചെയ്തോ. ലജ്ജയാണോ എല്ലാത്തിന്റെയും അടിസ്ഥാനം? ആ ലജ്ജ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയക്കണം. ഭയാനകമായ പരീക്ഷണങ്ങൾ നമ്മളെ വല്ലാതെ വേട്ടയാടും.